ഹായ് എല്ലാ കൂട്ടുകാർക്കും ഷിലൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മറ്റൊന്നുമല്ല, ഓട്സ് പായസം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോ പോകാം. ആദ്യമായിട്ട് നമ്മളൊരു 3 ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് ശർക്കര പാനിയായിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇതാ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കണം. ചൂട് തണിഞ്ഞതിന് ശേഷം അരിച്ച് മാറ്റി വയ്ക്കണം. ഇനി നമ്മളൊരു പാത്രത്തിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പാണ് ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഉണക്കമുന്തിരി ചേർത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ സെയിം പാത്രത്തിനകത്ത് ഈ സെയിം നെയ്യിനകത്തേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓട്സ്, ഞാനിപ്പോൾ 1 കപ്പ് ഓട്സാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓട്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓട്സിൻ്റെ ഗുണങ്ങളെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയായിരിക്കും. ഓട്സ് എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഹോൾ ഗ്രെയിൻ ആണ്. ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണിത്. അതുപോലെ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് നല്ല ഗുണമുള്ള കാര്യമാണ് ഈ ഓട്സ്. അപ്പോൾ അതൊരു പായസമായിട്ട് കഴിക്കുകയാണെങ്കിലോ നല്ല ഹെൽത്തിയും ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഓട്സ് ഏതാണ്ട് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആയാൽ മതി. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അതിനകത്തൊന്ന് കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനി നമ്മൾ കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഓട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് നമ്മളെ വയറ് ഫില്ലായൊരു ഇത് കിട്ടും. അതുമാത്രമല്ല അതിൽ കുറഞ്ഞ കലോറിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിനൊക്കെ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഈ ഒരു പായസം കഴിക്കും. ഇനി ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ്. അത് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പായസം കുറച്ചും കൂടി നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല തിക്കായിട്ട് ആ ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫുഡാണ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്സ് കൊണ്ടുള്ള പായസം എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത് ഏലക്കായ പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മാത്രമല്ല നമ്മളിത് പഞ്ചസാരയൊന്നും ചേർത്തിട്ടല്ലല്ലോ ഈ പായസം ഉണ്ടാക്കുന്നത്, ശർക്കര ചേർത്തിട്ടാണ്. അപ്പോൾ അതത്ര പഞ്ചസാരയോളം അത്ര ഒരു പ്രശ്നമുള്ളതല്ല ശർക്കര. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത് വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയാണ്. ഇപ്പോൾ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പായസം ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.